സ്വാതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഐസ്ക്രീമിൻ്റെ വീഡിയോ ആണ്. വീട്ടിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അതൊരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നൊരു 4 സ്പൂണ് പാൽ ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാം ഒരു ബൗളിലേക്ക്. ഇനി ഇത് കസ്റ്റാർഡ് പൗഡർ 2 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഈ എടുത്ത് വെച്ച നമ്മൾ മാറ്റി വെച്ച പാലിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും കസ്റ്റാർഡ് പൗഡർ. ആ ഒരു പാക്കറ്റിന് 40 രൂപയാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അതിലേക്ക് 2 സ്പൂണ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കസ്റ്റാർഡ് പൗഡറിൻ്റെ മണമൊക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ അതവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. 6 സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ പെട്ടെന്നൊന്ന് അലിഞ്ഞ് കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതൊക്കെ തിളയ്ക്കാനായിരിക്കുന്നു. ഇനി നമുക്ക് ഈ കലക്കി വെച്ച കസ്റ്റാർഡ് പൗഡറും പാൽപ്പൊടിയും കൂടിയിട്ടുള്ള ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കൈ വയ്ക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് പെട്ടെന്ന് കസ്റ്റാർഡ് പൗഡർ തിക്കാവും, കട്ട പിടിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഏതാണ്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. കുട്ടികൾക്കൊക്കെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുറച്ച് സമയം സെറ്റ് ചെയ്യാൻ വെക്കേണ്ടി വരും ഫ്രീസറിൽ. ആ ഒരു സമയം നമുക്ക് അധികമായിട്ട് വരുള്ളൂ. അപ്പോൾ അത് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ആവണം. അപ്പോൾ അത് തണുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം എടുത്തു വെച്ചു. അപ്പോൾ അത് തണുത്തിട്ടുണ്ട്. ഇനി അത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. ഇതൊരു 250 ml വിപ്പിംഗ് ക്രീമുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ പേപ്പർ കപ്പിലാണ് ഒഴിച്ചു വയ്ക്കുന്നത്. ഇപ്പോൾ 2 ബൗളിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒരു പേപ്പർ പ്ലേറ്റ് കൊണ്ട് മൂടിയിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. ബാക്കിയുള്ളത് ഈ ബൗളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അലങ്കരിക്കാൻ എന്തെങ്കിലും നട്ട്സ് വേണമെങ്കിൽ ഇടാൻ ഞാൻ കുറച്ച് പിസ്ത പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ സെറ്റായിക്കോളും.
അപ്പോൾ ഐസ്ക്രീം നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്കും ഐസ്ക്രീം ഉണ്ടാക്കാം. സൂപ്പർ ടേസ്റ്റാണ്. താങ്ക് യു.